ഞാൻ പ്രകീഷ് +2 അക്കൗണ്ടൻസി ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ തവണ പരിചയപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ. നമ്മളതിന്റെ ബേസിക് കാര്യങ്ങളും ബേസിക് ടേംസ് ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എങ്ങനെയാണ് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിലെ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യും. ഞാൻ പ്രധാനമായി പറഞ്ഞു 3 തരം സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ സാധാരണയായിട്ട് പ്രിപ്പയർ ചെയ്യാറുള്ളത്. 3 തരം ഏതൊക്കെയായിരുന്നു അത്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് അല്ലെ. 3 അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സാധാരണഗതിയിൽ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിലും സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ എന്താണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് നോക്കാം. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അക്കൗണ്ട് prepared to find out the inflow and outflow of the cash during an year. എന്താണ്? ഒരു വർഷത്തിലെ ക്യാഷിന്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും അറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് എന്ത് പറയുക? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എന്ന് പറയുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയാലും ശരി, അതിൽ എന്തുണ്ടായിരിക്കും? ക്യാഷ് ട്രാൻസാക്ഷൻസ് വരും. ട്രാൻസാക്ഷൻ ഉദ്ദേശിക്കുന്നത് ബൈയിങ്ങും സെയിലിങ്ങും ഒന്നല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാൻഡുകൾ വരും. ആ ഗ്രാൻഡുകൾ നമുക്ക് കൃത്യമായ രീതിയിൽ വിനിയോഗിക്കാം. ഇതിന്റെ അക്കൗണ്ട്സ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ എന്തുണ്ടായിരിക്കും? ക്യാഷിന്റെ ഇൻഫ്ലോയും ഉണ്ടായിരിക്കും, ഔട്ട്ഫ്ലോ. എന്താ ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു. ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് ബിസിനസ്സിന് പുറത്തേക്ക് പോകുന്നു. ഇവിടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ പുറത്തേക്ക് പോകുന്നു. ഇത് രേഖപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ട് ആണ് ഇത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. ആൻഡ് ഇറ്റ് ഈസ് സിമിലർ ടു ക്യാഷ് ബുക്ക്. നമ്മൾ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ പ്രിപ്പയർ ചെയ്യുന്ന ക്യാഷ് ബുക്കിന് സിമിലർ ആണ് എന്ത്? ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എക്സാമിന് പലപ്പോഴായി ഫ്രീക്വന്റ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് സിമിലർ ടു എന്താണ്? ക്യാഷ് ബുക്കിനോടാണ് ഇത് സിമിലാരിറ്റി. ക്യാഷ് ബുക്ക് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് എന്തും റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടും സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് രേഖപ്പെടുത്തുന്നത്? നമ്മൾ പറഞ്ഞു ക്യാഷ് റെസീപ്റ്റ്സ് ഉണ്ടായിരിക്കും, ക്യാഷ് പേയ്മെന്റ്സും. അപ്പൊ നമ്മൾ ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? ആദ്യം നമ്മൾ റെസീപ്റ്റ്സും പേയ്മെന്റ്സും, ഏത് മാത്രമേ ഉള്ളൂ? ക്യാഷ് റെസീപ്റ്റ്സും ക്യാഷ് പേയ്മെന്റ്സും. അപ്പൊ ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ആദ്യം നമ്മൾ ക്യാഷിന്റെയോ ബാങ്കിന്റെയോ ബാലൻസ് എന്തുണ്ടായിരിക്കും? ഒന്നിൽ ക്യാഷ് ബാലൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ്. ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഈ ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ്? അതിൽ റെസീപ്റ്റ്സ് ഉണ്ടായിരിക്കും, പേയ്മെന്റ്സ്. അപ്പൊ എല്ലാ റെസീപ്റ്റ്സും നമ്മൾ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലും എല്ലാ പേയ്മെന്റ്സും നമ്മൾ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും. അപ്പോൾ റെസീപ്റ്റ്സ് എവിടെ വേണം? ഡെബിറ്റ് സൈഡിൽ. പേയ്മെന്റ്സ് എവിടെയാണ് വേണ്ടത്? ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തും. ഇത് രേഖപ്പെടുന്ന സമയത്ത് പ്രത്യേകിച്ചും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ എന്ത് വരില്ല? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും അക്രൂഡ് ഇൻകംസും വരില്ല. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും വരില്ല, അക്രൂഡ് ഇൻകംസും വരില്ല. ആൻഡ് അതർ നോൺ ക്യാഷ് ഐറ്റംസ് ലൈക്ക് ഡിപ്രീസിയേഷൻ, ബാഡ് ഡെബ്സ്. ഏത് വരില്ല? ഡിപ്രീസിയേഷനും ബാഡ് ഡെബ്സും പോലെയുള്ള നോൺ ക്യാഷ് ഐറ്റംസ്. അതായത് അവിടെ ക്യാഷ് വരാത്ത ഐറ്റംസ് അല്ലെ ബാഡ് ഡെബ്സും ഡിപ്രീസിയേഷൻ ഒക്കെ. എന്താണ്? നോൺ ക്യാഷ് ഐറ്റംസ്. ഇതും എവിടെ വരില്ല? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ വരില്ല. ബാക്കി ഐറ്റംസ് വെച്ചുകൊണ്ട്, ഇത് ക്യാഷ് റെസീപ്റ്റ്സും ക്യാഷ് പേയ്മെന്റ്സും വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഇറ്റ് ഈസ് സിമിലർ ടു എന്താണ്? ക്യാഷ് ബുക്ക്. അതെന്താണ്? സിമിലർ ടു ക്യാഷ് ബുക്ക്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. പേരിൽ തന്നെ ഉണ്ട് ഏതൊക്കെയാണ്? ഇൻകവും എക്സ്പെൻഡിച്ചറും. ഇറ്റ് ഈസ് സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഏതാണ്? നമ്മൾ സാധാരണ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ സ്ഥാപനത്തിന് നെറ്റ് റിസൾട്ട്സ്, അതായത് വെദർ ദർ ഈസ് പ്രോഫിറ്റ് ഓർ ലോസ്, അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ പ്രോഫിറ്റും ലോസും എല്ലാം ഉണ്ടായിരിക്കും. കാരണം ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ ഇവിടെ ഉപയോഗിക്കുന്ന 2 പദങ്ങൾ എന്താണ്? സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എന്നാണ്. സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. അതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എന്തൊക്കെയുണ്ട്? എല്ലാ ഇൻകംസും രേഖപ്പെടുത്തും, എല്ലാ എക്സ്പെൻഡിച്ചറും, റവന്യൂസും ഉണ്ടായിരിക്കും, എക്സ്പെൻഡിച്ചേഴ്സും രേഖപ്പെടുത്തും. ഈ റവന്യൂസും എക്സ്പെൻഡിച്ചേഴ്സും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എപ്പോഴാണ് സർപ്ലസ് വരിക, എപ്പോഴാണ് ഡെഫിസിറ്റ് വരിക? സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻസസ്. എന്ത് കൂടുതൽ? ഇൻകം കൂടുതലും എക്സ്പെൻസസ് കുറയുമ്പോഴും നമ്മൾ എന്ത് പറയും? സർപ്ലസ് ആണെന്ന് പറയും. എപ്പോഴാണ് ഡെഫിസിറ്റ് എന്ന് പറയുക? ഡെഫിസിറ്റ് എന്ന് പറയുക എക്സ്പെൻസസ് കൂടുതലും ഇൻകം കുറയുകയും ചെയ്യുന്ന നമ്മൾ എന്ത് പറയുക? ഡെഫിസിറ്റ്. അപ്പൊ എന്താണ്ടായിരിക്കുക? ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആയിരിക്കും. സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. മൂന്നാമത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് ബാലൻസ് ഷീറ്റ്. എന്താണ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് എന്തൊരു ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ്. എന്താണ്? അവസാനം ഒരു അക്കൗണ്ടിംഗ് ഇയറിന് അവസാനം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ത് വെച്ചുകൊണ്ട്? ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ അസറ്റ്സും ലയബിലിറ്റീസും അതുപോലെ തന്നെ ക്യാപിറ്റൽ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട്. ഈ
പ്രിപ്പറേഷൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ 3 സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കും. മനസ്സിലായി? 3 സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ് പ്രിപ്പയർ ചെയ്യുന്നത്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഈ 3 അക്കൗണ്ടാണ് പ്രധാനമായും നമ്മൾ എന്ത് ചെയ്യുക, ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അഥവാ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിൽ നമ്മൾ സാധാരണഗതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഇനിയാണ് അതിന്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുക. കാരണം റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് എങ്ങനെ, ഞാൻ പറഞ്ഞു സിമിലർ ടു ക്യാഷ് ബുക്ക്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ക്യാഷ് ബുക്ക് ചെയ്തിരുന്നത്, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് നമുക്ക് ഇവിടെ ചെയ്യണം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് സിമിലർ ആണെന്ന് പറഞ്ഞത്. അത് എപ്പോൾ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും. ബാലൻസ് ഷീറ്റ് പിന്നെ നമ്മൾ എന്താണ് സാധാരണ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. പക്ഷെ അത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസിന്റെ ബാലൻസ് ഷീറ്റ് ആകുമ്പോൾ അതിൽ ചില വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും വരും. അതാണ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാനുള്ള എന്താണ്, എങ്ങനെയാണ് ഇതിന്റെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴും ഒരു ടിപ്സ് വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ്, അതായത് നമ്മൾ എന്താണ് പ്രധാനപടി ഒരുപാട് പ്രോബ്ലംസ് ചെയ്യുന്നതിലല്ല, ഞങ്ങളത് എടുത്തു തന്നതിന് ശേഷം നിങ്ങൾ അത് എത്രത്തോളം വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്നതിലാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ പ്രാക്ടീസ് ആണ് അതിന്റെ മാനദണ്ഡം. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നത് പഠിക്കുക. ഓരോ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വിശദമായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. പിന്നെ നമ്മൾ ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ എന്താണ്, കൊറോണ കാലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, എല്ലാവരും വീടുകളിൽ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഗുഡ് ബൈ.